ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ, ദൈവവചനം കേൾക്കുവാനായി ദൈവം നമുക്ക് നൽകിയതായ ഈ നല്ല അവസരത്തിനായി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. മനോഹരമായ ഗാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഉന്നതനായ, അത്യുന്നതനായ, വിശുദ്ധനായ ദൈവത്തെ മഹത്വപ്പെടുത്തി പാടുന്നതായ പാട്ടുകൾ എത്ര മനോഹരമായി കുഞ്ഞുങ്ങൾ ആലപിക്കുവാനായിട്ട് ഇടയായി. ദൈവം അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്നത് എത്ര വലിയ ഭാഗ്യമാണ്. ആ പാട്ടുകളിൽ കൂടി നമ്മൾ കേട്ടത്, ലോകത്തിൽ നമ്മളായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. ആ കൃപ ഇല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടുവാനോ അതുപോലെ ദൈവത്തിനായിട്ട് നിൽക്കുവാനോ അവനായി പാടുവാൻ അതൊന്നും നമുക്ക് കഴിയുകയില്ല. ആ കൃപയാൽ ദൈവം നമ്മളെ വീണ്ടെടുത്തു. ആ ദൈവത്തിൻ്റെ കൃപയാൽ ഓരോ ദിവസവും ദൈവം നമ്മളെ നടത്തുന്നു. ആ ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് ഇവിടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ദൈവത്തിന് നമുക്ക് മഹത്വം അർപ്പിക്കാം. ആ ദൈവം പറയുന്ന വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. ദൈവത്തിൻ്റെ വചനം ഒന്ന് മാത്രമാണ് നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ, നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കുവാൻ കഴിയുന്ന ജീവനുള്ള വചനം. ആ വചനത്തിനെ സ്നേഹിച്ച് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന, അതുപോലെ ഈ ശബ്ദപരിധിയിൽ നിന്നുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നതായ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്ന് കർത്താവ് പറഞ്ഞു. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മാനിക്കുകയാണ്. ദൈവം തീർച്ചയായിട്ടും നമ്മെ മാനിക്കും. വ്യക്തിപരമായി, കുടുംബപരമായി, കുടുംബത്തിലും അതുപോലെ സഭയിലും സമൂഹത്തിലും നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മെ മാറ്റുവാൻ, നമുക്ക് രൂപാന്തരമുണ്ടാക്കുവാൻ ദൈവത്തിൻ്റെ വചനം ശക്തിയുള്ളതാണ്. ആ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരാം. ഇന്നലെ നമ്മൾ ആരംഭിച്ചതായ ഈ പഠനം പ്രായോഗിക ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന തലക്കെട്ടിലാണ് നമ്മുടെ പഠനം ആരംഭിച്ചത്. നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം. നമ്മൾ അത് അനുസരിക്കണം. അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കേൾക്കുന്നതായ വചനം നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നതാണ്. റോമർ 12-ാമത്തെ അധ്യായം ആസ്പദമാക്കി അതിൻ്റെ ആരംഭ വാക്യങ്ങൾ നമ്മൾ വായിച്ച് ചിന്തിക്കുവാനായിട്ട് ആരംഭിച്ചത് പ്രായോഗിക ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന കാര്യമാണ്. പുതിയ നിയമത്തിലുള്ളതായ ലേഖനങ്ങളിൽ ദൈവദാസന്മാർ ഇതിനെക്കുറിച്ചുള്ളതായ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിലേക്കെല്ലാം നമ്മൾ കടന്നു പോകുന്നില്ല. ഈ റോമർ 12-ാമത്തെ അധ്യായം ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് അവിടെ മറ്റു പല ലേഖനങ്ങളിലും അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ നമ്മൾ ഒന്ന് ബന്ധപ്പെടുത്തിയാണ് ചിന്തിക്കുവാനായിട്ട് ഇന്നലെ ആരംഭിക്കുവാനായിട്ടിടയായത്. നമ്മൾ ഒരു ബുദ്ധിയുള്ളതായ ആരാധന ദൈവത്തിന് അർപ്പിക്കണമെന്ന് നമ്മൾ പഠിക്കുവാനായിട്ടിടയായി. ദൈവത്തിനെ നമ്മൾ ആരാധിക്കണം. നാളെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം കർത്താവിനെ ആരാധിക്കുവാനായിട്ട് നമ്മൾ കടന്നു വരണം. എന്നാൽ ഇവിടെ പറയുന്ന ആരാധന എന്ന് പറയുന്നത് അത് ബുദ്ധിയുള്ളതായ ആരാധന, ആത്മീകമായ ആരാധന, അതുപോലെ ഉചിതമായ മെച്ചമായ ആരാധന, നമ്മുടെ ജീവിതത്തിൽ അനുദിനവും നമ്മൾ പാലിക്കേണ്ട, അതുമാത്രമല്ല ദൈവത്തിന് അർപ്പിക്കേണ്ടതായ യാഗം നിറഞ്ഞതായ ആരാധന. ഇവിടെ പറയുന്ന യാഗം ഏത് യാഗമാണ്? ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുന്നതായ യാഗം. നമ്മുടെ ശരീരം അത് വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ശരീരം അത് നമുക്ക് ഉള്ളതല്ല. ദൈവം അത് വിലയ്ക്ക് വാങ്ങി ഇരിക്കുന്ന ഒന്നാണ് നമ്മുടെ ശരീരം. ആ ശരീരത്തെ ദൈവത്തിന് യാഗമായി നമ്മൾ സമർപ്പിക്കണമെന്ന് കേൾക്കുവാനിടയായി. ആ യാഗത്തിന്റെ സ്വഭാവം എങ്ങനെയാണ്? ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ആ യാഗം എങ്ങനെയുള്ള യാഗം? ജീവനുള്ള യാഗം എന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായി. ആ ജീവനുള്ള യാഗമായി നമ്മുടെ ശരീരത്തെ ദൈവത്തിന് നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചത്, ഈ ശരീരത്തിൽ ഉപദ്രവം കടന്നു വന്നാലും, ദുഃഖം കടന്നു വന്നാലും, കഷ്ടതകൾ കടന്നു വന്നാലും, പ്രയാസങ്ങൾ കടന്നു വന്നാലും, രോഗങ്ങൾ കടന്നു വന്നാലും പെറുപെറുപ്പില്ലാതെ, പരാതിയില്ലാതെ, ദൈവത്തെ കുറ്റപ്പെടുത്താതെ നമ്മൾ ജീവിക്കുന്ന ജീവിതമാണ് ജീവനുള്ള യാഗമായി നമ്മുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിച്ചതിൻ്റെ ഒരു തെളിവാണ് പ്രിയമുള്ളവരെ അങ്ങനെ ജീവിക്കുന്ന ജീവിതം.
ഇന്ന് പലരും ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അവർ ഈ ദൈവത്തെ അവർ തിരസ്കരിച്ച് അവരുടെ ആ പഴയ ജീവിതത്തിലേക്ക് കടന്നു പോകേണ്ടതായ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. എന്നാൽ ജീവനുള്ള യാഗമായി നമ്മുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ പിന്തിരിയാതെ ദൈവത്തോട് അടുത്ത് നമ്മൾ ജീവിക്കുന്നവരായി അത് നമ്മളെ മുൻപോട്ട് നയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ജീവനുള്ള യാഗമായ ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കുക എന്നതിൻ്റെ ഒരു ആശയമാണ് ഇത്. എന്താണ്? ഉപദ്രവത്തിലും കഷ്ടതയിലും നമ്മുടെ ദുഃഖങ്ങളിലും പരാതി ഇല്ലാതെ പിറുപിറുപ്പില്ലാതെ ദൈവത്തെ കുറ്റപ്പെടുത്താതെ ജീവിക്കുന്ന ജീവിതം. ഇനി അതിൻ്റെ മറ്റ് ആശയങ്ങളിലേക്ക് വശങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുകയാണ്. അതിനായിട്ട് ഒരു വാക്യം നമുക്ക് വായിക്കാം. ഗലാത്യർ 2-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. ഗലാത്യർ 2:20 വാക്യം. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ. എന്നാൽ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ച് കൊടുത്ത ദൈവപുത്രനിലുള്ളതായ വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഗലാത്യ എന്ന് പറയുന്ന ദേശങ്ങളിലുള്ള സഭകൾക്ക് അപ്പോസ്തലനായ പൗലോസ് അവൻ ന്യായപ്രമാണത്തിൽ അത് അനുസരിക്കുന്നതിൽ കൂടിയല്ല നീതീകരണം എന്ന വിഷയത്തിന് ഗലാത്യ ആ ലേഖനത്തിൽ അത് വിശദമായിട്ട് വളരെ വിവരിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്ന കൂട്ടത്തിൽ പറയുന്ന വാക്കുകളാണ്. എന്താണ് ഇവിടെ പൗലോസ് പറയുന്നത്? ഞാൻ ക്രിസ്തുവിനോടുകൂടെ എന്ത് ചെയ്യപ്പെട്ടിരിക്കുകയാണ്? ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ആരാണ് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്? ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. നമ്മുടെ പാപങ്ങൾക്കായിട്ട് അവൻ ക്രൂശിക്കപ്പെട്ടു. അത് മുഖാന്തരമാണ് രക്ഷ നമുക്ക് കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെട്ടതായ ഓരോ ദൈവ പൈതലും അവരുടെ മനസ്സിൽ വെച്ചിരിക്കേണ്ടതായ ചിന്തിക്കേണ്ടതായ ഒരു ചിന്ത ഇതാണ്. എന്താണെന്നറിയാമോ? നമ്മളും ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഈ ചിന്തയോടുകൂടെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കണം. ഒരു വ്യക്തി ക്രൂശിക്കപ്പെട്ടാൽ തനിക്ക് തൻ്റെ ആഗ്രഹങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. തൻ്റെ കാലും കൈയും അവിടെ ആ ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു? ദൈവമകനായി ദൈവത്തിൻ്റെ അതായത് ഒരു വിശ്വാസിയായി ലോകത്തിലായിരിക്കുമ്പോൾ എന്നെ അവൻ വീണ്ടെടുത്തു, എന്നെ രക്ഷിച്ചു. ഞാനിപ്പോൾ ആ ക്രൂശിൽ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ജീവിക്കുന്നത് ഞാൻ അല്ല, എൻ്റെ മോഹങ്ങൾ അല്ല, എൻ്റെ ആഗ്രഹങ്ങളല്ല. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പാപം നമ്മളെ ഇങ്ങനെ മാടി വിളിക്കും, നമ്മളെ ആകർഷിക്കും. ആ പാപത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്നതായ പാപത്തിൻ്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും നമ്മൾ സാധിപ്പിച്ചു കൊടുക്കുവാൻ പാടില്ല. കാരണം ജീവിക്കുന്നത് ആരല്ല? ഞാനല്ല, എന്നിൽ. അതായത് ആരാണ് ജീവിക്കുന്നത്? ക്രിസ്തുവത്രേ ജീവിക്കുന്നത്. അതാണല്ലോ ഇന്നലെ നമ്മൾ കണ്ടതായ വിഷയം. എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു. നമ്മളിൽ ക്രിസ്തു ജീവിക്കുന്നതായ ജീവിതമാണ് ശരീരത്തെ ജീവനുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിച്ചതായ ജീവിതം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? നമുക്ക് വേണ്ടിയാണോ? നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയാണോ? ശരീരം ചോദിക്കുന്നതായ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയാണോ ലോകത്തിൽ ജീവിക്കുന്നത്? അല്ല. നമ്മൾ ജീവിക്കേണ്ടത് ക്രിസ്തുവിനായിട്ട്. ക്രിസ്തുവത്രേ നമ്മിൽ ജീവിക്കുവാൻ വേണ്ടി അനുവദിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുമാത്രമല്ല, അവിടെ പൗലോസ് ഇങ്ങനെ പറയുകയാണ്, ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ, ഈ ശരീരത്തിൽ ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്? പറയുകയാണ്, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതായ ദൈവപുത്രങ്ങളിലുള്ളതായ വിശ്വാസത്താൽ അത്രേ
ഞാൻ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ കടന്നു വരുവാൻ, രക്ഷിക്കപ്പെടുവാൻ, ദൈവമക്കളാകുവാൻ യാതൊരു യോഗ്യത നമുക്കില്ലാതിരുന്നു. പാപത്തിലായിരുന്നു, അധർമ്മത്തിലായിരുന്നു. എന്നാൽ നമ്മളെല്ലാം ദൈവം സ്നേഹിച്ചു. ദൈവം സ്നേഹിച്ച് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാനായിട്ടിടയായി. ആ ക്രിസ്തു നമ്മളെ സ്നേഹിച്ച് തൻ്റെ ജീവനെ നമുക്ക് നൽകുവാനിടയായി. അങ്ങനെ നമ്മളെ വീണ്ടെടുത്തതായ ക്രിസ്തുവിന് വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കണം. പ്രിയമുള്ളവരെ, ഇന്നലെ നമ്മൾ കേട്ടതായ വിഷയം, നമ്മൾ രക്ഷിക്കപ്പെട്ടത് പ്രവൃത്തികളാലല്ല. എങ്ങനെയാ? വിശ്വാസത്താൽ, ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെടുവാനിടയായി. അതുപോലെ ഈ ലോകത്തിൽ നമ്മൾ ഓരോ ദിവസവും ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം? ഇവിടെ പൗലോസ് പറയുകയാണ്, വിശ്വാസത്താൽ അത്രേ ഞാൻ ജീവിക്കുന്നത്. ലോകത്തിൽ നമുക്ക് ജീവിക്കുമ്പോൾ ഒത്തിരി പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരാം, കഷ്ടതകൾ കടന്നു വരാം. എന്നാൽ ദൈവമക്കളായി നമ്മൾ ജീവിക്കുമ്പോൾ വിശ്വാസത്താൽ ജീവിക്കണം. വിശ്വാസി എന്ന ആ കാര്യം, ഞാനൊരു വിശ്വാസി എന്ന ആ വിഷയം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്താൽ അത് നമ്മൾ തെളിയിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ ജീവനുള്ള യാഗമായി നമ്മുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിച്ചതിന്റെ അടയാളം എന്തെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടതായ ഒരു അവസ്ഥയാണത് കാണിക്കുന്നത്. പാപത്തെ നമ്മൾ ചെയ്യാതെ ശരീരം പറയുന്നതായ ആഗ്രഹിക്കുന്ന പാപങ്ങളെ സാധിപ്പിച്ചു കൊടുക്കാതെ ജീവിക്കുന്നതായ ജീവിതം. ഇതേ ആശയം തന്നെ മറ്റൊരു വാക്യത്തിലും പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്. നമ്മൾ അതിൻ്റെ ഗലാത്യർ 5:24-25 വാക്യങ്ങൾ എടുത്ത് വായിച്ചാൽ അവിടെ പൗലോസ് ഇതേ കാര്യമാണ്, മറ്റൊരു ആശയം അവിടെ നമുക്ക് കാണാനായിട്ട് പോവുകയാണ്. ഗലാത്യർ 5:24-25 വാക്യങ്ങൾ വായിക്കാം. നേരത്തെ നമ്മൾ കണ്ടത് ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത് 24-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാ? ജഡത്തെ ക്രൂശിച്ചിരിക്കുകയാണെന്ന് പറയുകയാണ്. ജഡമെന്ന് പറയുമ്പോൾ അത് പാപ സ്വഭാവം. അതിനെ ഇവിടെ പൗലോസ് പറയുകയാണ്, അത് ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ആരാണ് ഇവിടെ ക്രൂശിച്ചിരിക്കുന്നത്? ആ വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ ക്രൂശിച്ചിരിക്കുകയാണ്. ക്രിസ്തു യേശുവിനുള്ളവർ അവർ ജഡത്തെ ക്രൂശിച്ചിരിക്കുകയാണ്. അവർ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, അവരല്ല ജീവിക്കുന്നത്, അവരിൽ ക്രിസ്തുവത്രേ ജീവിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നമുക്കുള്ളവരല്ല, നമ്മൾ ക്രിസ്തുവിനുള്ളവരാണ്. നമ്മളെ ക്രിസ്തു വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ അവകാശി എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന് വേണ്ടി ഈ ലോകത്തിൽ ദൈവമക്കളായി നമ്മൾ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുമാത്രമല്ല, അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ജഡത്തെ എന്ന് പറഞ്ഞാൽ അത് ക്രൂശിക്കണം. അത് ഒരിക്കലും ജീവിക്കുവാനായിട്ട് അനുവദിക്കുവാൻ പാടില്ല. എന്നാൽ ഇന്ന് ആരാണ് ജീവിക്കുന്നത്? ജഡമാണ് പലപ്പോഴും ജീവിക്കുന്നത്. പാപമാണ് നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നത് പലപ്പോഴും. അതിനായിട്ട് ഒരു ദൈവ പൈതലും അതിനായിട്ട് ഒരിക്കലും അവൻ അനുവദിക്കുവാനായിട്ട് പാടില്ല. എപ്പോഴാണ് പാപം നമ്മൾ ജീവിക്കുന്നത്? എപ്പോഴാ? ആ വാക്യത്തിൽ തന്നെ പറയുകയാണ്, അതിൻ്റെ രാഗമോഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ, ശരീരത്തിൽ അനുവദിക്കുമ്പോൾ പാപം ജീവിക്കുകയാണ്. എന്നാൽ ആ പാപത്തിൻ്റെ ആഗ്രഹങ്ങളെ മരിപ്പിക്കുമ്പോൾ അവിടെ പാപമല്ല ജീവിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ആഗ്രഹം. ക്രിസ്തുവത്രേ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ അവൻ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, 25-ാമത്തെ വാക്യം. നമ്മൾ എങ്ങനെ ജീവിക്കണം? അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ആത്മാവിനാൽ നമ്മൾ ജീവിക്കണം. ആത്മാവിനാൽ നമ്മൾ ജീവിക്കണം. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ജീവിക്കണം. രക്ഷിക്കപ്പെട്ട് ഓരോ ദൈവമക്കൾക്കും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന, ദാനമായി നൽകിയിരിക്കുന്നതാണ് എന്താണ്? പരിശുദ്ധാത്മാവ്. എപ്പോഴാണ് നമ്മൾ പ്രാപിച്ചത്? രക്ഷിക്കപ്പെട്ടതായ ആ ക്ഷണം തന്നെ നമുക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആരുടെ വാക്കുകളാണ് കേൾക്കേണ്ടത്? ആത്മാവിൻ്റെ വാക്കുകൾ കേൾക്കണം. അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക എന്ന് പറയുകയാണ്. നമ്മൾ അനുസരിച്ച് നടക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ.
നമ്മൾ നടക്കുന്നതായ പാത ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പാതയാണെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് പോലെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ് പ്രിയമുള്ളവരെ. അവിടെ പൗലോസ് പറഞ്ഞതുപോലെ, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തൻ്റെ ജീവൻ യാഗമായി നൽകിയതായ ക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിക്കും. അതുപോലെ തന്നെ എന്നിൽ വസിക്കുന്നതായ ആത്മാവ് പറയുന്നത് പോലെ ഞാൻ ജീവിക്കും. അങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത് പ്രിയമുള്ളവരെ? ഈ ജീവനുള്ള യാഗമായി നമ്മുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിച്ചതായ ഒരു വ്യക്തി, അല്ലെങ്കിൽ സമർപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ രണ്ടാമത്തെ ആശയം ഇതാണ്. എന്താണ്? ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടതായ അവസ്ഥ. ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവത്രേ ജീവിക്കുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ആശയം നമ്മൾ അതായത് റോമർ 6-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ പൗലോസ് റോമിലുള്ളതായ വിശ്വാസികൾക്ക് പറയുന്ന ആ കാര്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എങ്ങനെയാണ് ജീവനുള്ള യാഗമായി നമ്മുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കണം എന്ന് പറയുന്ന വിഷയം. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ആകയാൽ എന്താ? പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നമ്മുടെ ശരീരത്തിൽ പാപം എന്ത് ചെയ്യാൻ പാടില്ല? ജീവിക്കുവാൻ പാടില്ല. നമ്മുടെ ശരീരത്തെ ദൈവത്തിന് നമ്മൾ സമർപ്പിച്ചാൽ നമ്മുടെ ശരീരത്തിൽ പാപം ജീവിക്കുവാൻ, നമ്മെ ഭരിക്കുവാൻ അനുവദിക്കുവാൻ പാടില്ല പ്രിയമുള്ളവരെ. എങ്ങനെയാണ് പാപം ജീവിക്കുവാനായിട്ട് അനുവദിക്കാതിരിക്കുന്നത്? നമ്മുടെ മർത്യ ശരീരത്തിൽ പാപത്തിൻ്റെ ആഗ്രഹങ്ങൾ കടന്നു വരുമ്പോൾ അത് അനുസരിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ പാപം വാഴുവാനായിട്ട് അനുവദിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ, യുവാക്കൾ, അതുപോലെ പ്രായമായവർ, നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് പാപം നിറഞ്ഞതായ സമൂഹം, നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്നതായ സമൂഹം. പാപവും ഈ ലോകവും അതുപോലെ ഈ പിശാചും നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി പാപം ചെയ്യുവാനായിട്ടുള്ളതായ പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. നമ്മുടെ ആ ജഡം, പാപ സ്വഭാവം പാപം ചെയ്യുവാനായിട്ട് നമുക്ക് പ്രേരണകൾ തരും. അപ്പോൾ നമ്മൾ പറയേണ്ടതായ കാര്യം, അല്ല, ഇത് ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് ഞാൻ പാലിക്കുകയില്ല, അത് നിവർത്തിക്കുകയില്ല. പാപം വാഴുവാനായിട്ട് നമ്മൾ അനുവദിക്കുവാൻ പാടില്ല പ്രിയമുള്ളവരെ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ശരീരത്തിലുള്ളതായ അവയവങ്ങൾ നിയന്ത്രണം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. പലപ്പോഴും പാപം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അത് വാഴുന്നത്? നമ്മുടെ ശരീരത്തിലുള്ളതായ അവയവങ്ങളെ പാപം ചെയ്യുവാനായിട്ട് അനുവദിക്കുമ്പോൾ അപ്പോഴാണ് പാപം അവിടെ നമ്മുടെ ശരീരത്തിൽ വാഴുന്നത്. അതാണ് അവിടെ പറയുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കുവാൻ പാടില്ല. നമ്മുടെ നാവ് നീതി മാത്രം സംസാരിക്കണം, സത്യം മാത്രം സംസാരിക്കണം. അനീതിയുടെ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മുടെ ശരീരത്തിലുള്ളതായ അവയവമായ നാവിനെ ഉപയോഗിക്കുവാൻ പാടില്ല. ഇന്ന് നമ്മൾ എന്തിനും ഏതിനും എന്ത് ചെയ്യും? കള്ളം പറയുന്നവരാണ്, അല്ലേ? കള്ളം പറയുന്നതായ കാര്യം നമ്മൾ ഒരിക്കലും കള്ളം പറയുന്നു എന്നുള്ളതായ ചിന്ത പോലും ഇല്ലാതെ എല്ലാത്തിനും കള്ളം പറയുന്നവരാണ്, ബോസ്ക് പറയുന്നവരാണ്, അല്ലേ? ഇന്ന് തന്നെ എത്രയോ സമയം കള്ളം പറഞ്ഞു, അല്ലേ? ആരെങ്കിലും ഇവിടെ കള്ളം പറയാത്തവർ ഇവിടെ വന്നിട്ടുണ്ടോ? ഞാൻ കള്ളം പറയുന്നില്ല, ഇന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താമോ? എങ്കിൽ അതായിരിക്കും നിങ്ങൾ പറയുന്ന കള്ളം. എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നതായ പല കാര്യങ്ങൾക്കും നമ്മുടെ ശരീരത്തിലുള്ളതായ അവയവങ്ങളെ എന്ത് ചെയ്യാണ്? ഉപയോഗിക്കുകയാണ്. ഒരു ഉദാഹരണമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതാണ് നമ്മുടെ നാവ്. നമ്മുടെ കരം കൊണ്ട് എന്തൊക്കെയോ ആണ് നമ്മൾ പാപങ്ങൾ ചെയ്തു കൂട്ടുന്നത്. നമ്മുടെ കാലുകൊണ്ട് എവിടേക്കെയാണോ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ആ പാതകളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. ദൈവം നമുക്ക് നൽകിയതായ മനസ്സ്, നമ്മുടെ ബ്രെയിൻ, അതെല്ലാം കൊണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നതും പ്ലാൻ ചെയ്യുന്നതും.
പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ദാനമായി നൽകിയതായ അവയവങ്ങൾ, നമ്മുടെ ശരീരത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവയവങ്ങൾ ഒരിക്കലും അനീതിയുടെ ആയുധങ്ങളായി നമ്മൾ അതിനെ ഉപയോഗിക്കുവാൻ പാടില്ല. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നേരെ മറിച്ച് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക. എങ്ങനെ? നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കുക. അതാണ് ശരീരത്തെ ജീവനുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കുക എന്നത് പറയുന്നതിന്റെ അർത്ഥം. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിലുള്ളതായ അവയവങ്ങൾ, കുഞ്ഞുങ്ങളെ, യുവാക്കളെ, നിങ്ങൾ കേൾക്കണം, നിങ്ങളിതറിയണം. ഇന്ന് യുവാക്കൾ ദൈവത്തെ മറന്ന്, ദൈവത്തെ വേണ്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പാപത്തിനെ അവർ അങ്ങനെ എന്ത് ചെയ്യാണ്? സ്നേഹിച്ച് അതിൻ്റെ പുറകെ പോകുകയാണ്. ലോകത്തെ സ്നേഹിച്ച് അതിൻ്റെ പുറകെ പോകുകയാണ്. പ്രിയമുള്ളവരെ, ദൈവമക്കളായ നമ്മൾ ഒരിക്കലും ആ പാപങ്ങൾ ചെയ്യുവാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലുള്ളതായ അവയവങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ല. അത് ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു കാര്യമാണ്. അത് പിന്നീട് നമ്മൾ എടുത്ത് അത് ചിന്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നതായ ആശയം എന്ന് പറയുന്നത്, പാപം നമ്മുടെ മർത്യ ശരീരത്തിൽ എന്ത് ചെയ്യുവാൻ പാടില്ല? വാഴുവാൻ, നമ്മളെ ഭരിക്കുവാൻ, നമ്മളെ നിയന്ത്രണം ചെയ്യുവാൻ അനുവദിക്കുവാൻ പാടില്ല. ജീവനുള്ള യാഗമായി ശരീരത്തെ ദൈവത്തിന് സമർപ്പിച്ചതിൻ്റെ മൂന്നാമത്തെ ആശയം ഇതാണ്. എന്താണ്? പാപമോഹങ്ങളെ ശരീരത്തിൽ അനുസരിക്കുമാറ് നമ്മുടെ അവയവങ്ങളെ എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങനെ പാപത്തിനായിട്ട് ഉപയോഗിക്കാതെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കുക. പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ ശരീരത്തെ ജീവനുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിച്ചതിൻ്റെ മൂന്നാമത്തെ ആശയം. 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായി. ബുദ്ധിയുള്ളതായ ആരാധന ചെയ്യണം. ആ ആരാധനയിൽ എന്തുണ്ട്? ഇനി ചോദ്യം ചോദിക്കാമല്ലോ. ആരാധനയിൽ എന്തുണ്ട്? നിങ്ങൾ പറ. അതിൽ യാഗം, ആരാധനയിൽ യാഗമുണ്ട്. അത് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന യാഗം? ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കുക എന്ന് പറയുന്നതാണ് യാഗം. ശരീരത്തെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കുക. അത് എങ്ങനെയുള്ള യാഗം? ചത്ത യാഗമല്ല, ജീവനില്ലാത്ത യാഗമല്ല. നമ്മുടെ ശരീരത്തെ ജീവനുള്ള യാഗമായി സമർപ്പിക്കുക. അതിന്റെ അർത്ഥം എന്താണ്? ഒന്നാമത്തെ കാര്യം, നമ്മുടെ ശരീരത്തെ ജീവനുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിച്ചാൽ എന്താ? ശരീരത്തിൽ കഷ്ടത കടന്നു വന്നാലും, പ്രയാസങ്ങൾ കടന്നു വന്നാലും, രോഗങ്ങൾ കടന്നു വന്നാലും ദൈവത്തെ തള്ളിപ്പറയാതെ, സഭാ യോഗങ്ങളെ മുടക്കാതെ, ദൈവത്തെ അല്ലെങ്കിൽ പരാതി പറയാതെ, കുറ്റപ്പെടുത്താതെ ദൈവത്തിനായിട്ട് നിൽക്കുന്നതായ ജീവിതമാണ് ശരീരത്തെ ജീവനുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിച്ചതിൻ്റെ ഒരു അടയാളം. രണ്ടാമത്തത്, ശരീരത്തെ ജീവനുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിച്ച ഒരു വ്യക്തി തൻ്റെ ചിന്തയിൽ എപ്പോഴും ഇരിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ കരങ്ങൾ, എൻ്റെ കാല്, ഞാൻ മുഴുവനുമായി ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് സ്വയമായിട്ട് എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ ചെയ്യുവാൻ അത് സാധ്യമല്ല. എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു എന്നിൽ ജീവിക്കുവാൻ, നമ്മിൽ ജീവിക്കുവാൻ അനുവദിക്കുന്ന വ്യക്തി. മൂന്നാമത്തെ കാര്യം, ശരീരത്തിലുള്ളതായ അവയവങ്ങൾ ഒരിക്കലും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, പാപങ്ങളെ നിറവേറ്റുവാൻ വേണ്ടി അനുവദിക്കാതെ അത് നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു കാര്യം. പ്രിയമുള്ളവരെ, ഒരു തീരുമാനമെടുക്കാമോ? നമ്മൾ എത്രത്തോളം ഈ വാക്കുകൾ കേൾക്കുന്നോ അത്രത്തോളം ന്യായവിധിയുണ്ട്. ദൈവം വിധിക്കും. നമ്മൾ കേട്ടിരിക്കുന്നത് എത്രത്തോളം ദൈവം നമുക്ക് നൽകിയോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം ചോദിക്കുവാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നു, തീർച്ചയായിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ദിവസം നിൽക്കുമ്പോൾ ദൈവം നമ്മളോട് ഇത് ചോദിക്കും, കണക്ക് ചോദിക്കും. നിങ്ങൾ അന്ന് കേട്ടതായ വചനം, നമ്മുടെ ശരീരത്തിലുള്ളതായ അവയവങ്ങൾ അത് അനീതിയുടെ ആയുധങ്ങളായി ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് കേട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം, ശരീരം മുഴുവനുമായി ജീവനുള്ള യാഗമായി അങ്ങയ്ക്ക് നൽകുന്നു. ഒരിക്കലും എൻ്റെ ശരീരത്തിനെ ഉപയോഗിച്ച് അനീതിയുടെ കാര്യങ്ങൾ ഞാൻ ചെയ്യുകയില്ല എന്നുള്ളതായ ഒരു തീരുമാനം നമുക്കെടുക്കാം. ഇനി ഈ യാഗത്തിന്റെ രണ്ടാമത്തെ സ്വഭാവം എന്താണ്? നമ്മൾ എവിടെയാണ് വായിക്കുന്നത്? റോമർ 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വീണ്ടും നമുക്ക് വായിക്കാം. റോമർ 12-ന്റെ 1-ാമത്തെ വാക്യം. യാഗമായി സമർപ്പിപ്പീൻ. അവിടെ നമ്മൾ രണ്ടാമത്തെ ആശയം ഈ യാഗത്തിനെ കുറിച്ച് പറയുന്നത് എന്താണ്?
ശരീരത്തെ വിശുദ്ധിയുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കണം. ഒന്ന്, നമ്മൾ കണ്ടത് ജീവനുള്ള യാഗമായി സമർപ്പിക്കണം. രണ്ട്, വിശുദ്ധിയുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ആരാധന യാഗങ്ങളെ കുറിച്ചുള്ളതായ നിയമങ്ങൾ എവിടെയാ നമ്മൾ കാണുന്നത്, എവിടെയാ വായിക്കുന്നത്? ഇന്നലെ നമ്മൾ പഠിച്ചതാണ്. എവിടെയാ, ഏത് പുസ്തകത്തിലാ? പഴയ നിയമത്തിൽ, ലേവ്യ പുസ്തകത്തിൽ. അവിടെ ഈ യാഗങ്ങൾ അർപ്പിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ എങ്ങനെയുള്ള യാഗങ്ങളാണ് ദൈവത്തിന് സമർപ്പിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ലേവ്യ പുസ്തകം 22-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ, യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിന് ന്യായപ്രമാണം നൽകിയപ്പോൾ യഹോവ പറഞ്ഞതായ വാക്കുകൾ ഇങ്ങനെയാണ്: ഊനമുള്ള യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുത്, അതിനാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല എന്നാണ് ദൈവം പറഞ്ഞത്. യാഗമർപ്പിക്കുവാനായിട്ട് കടന്നു വരുന്ന വ്യക്തി ദൈവത്തിന്റെ മുൻപാകെ, ദൈവത്തിന്റെ ആലയത്തിൽ സമാഗമന കൂടാരത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ കൊണ്ടുവരുന്ന യാഗങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം? ഊനമില്ലാത്തതായിരിക്കണം, അതിൽ ഒരു കുറവുമില്ലാത്തതായിരിക്കണം, പെർഫെക്റ്റ് ആയിട്ടുള്ളതായ, പൂർണ്ണത നിറഞ്ഞതായ ആ മൃഗങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ ദൈവം പ്രസാദിക്കുന്നതായ യാഗമായി തീരും. അപ്പോൾ ഈ പ്രമാണം പറയുന്നത് ഊനമുള്ള ഒന്നിനെയും ദൈവത്തിന് അർപ്പിക്കുവാൻ പാടില്ല. ഇസ്രായേൽ ജനം അവർ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തപ്പോൾ യാഗം അവിടെ അവർ അർപ്പിക്കുവാനിടയായി. അതുപോലെ കനാൻ ദേശത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെയും അവർ യാഗം അർപ്പിക്കുവാനിടയായി. ഈ ന്യായപ്രമാണം പാലിക്കുവാനായിട്ടിടയായി. കാലാകാലങ്ങളായി ചരിത്രത്തിൽ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് വന്നിരുന്നു. എന്നാൽ ചരിത്രം കുറെ മുൻപോട്ട് കടന്നുപോയപ്പോൾ ദൈവം ഇവരെ ശിക്ഷിക്കുവാനിടയായി. ന്യായപ്രമാണത്തിന് അനുസരിക്കാതെ കടന്നു വന്നപ്പോൾ ദൈവം അവർക്ക് ശിക്ഷ നൽകി. അത് കഴിഞ്ഞിട്ട് ഇവർ പ്രവാസത്തിലേക്കെല്ലാം പോയി മടങ്ങി വന്നതായ സമയം ദൈവം തന്റെ പ്രവാചകനിൽ കൂടി ഇങ്ങനെയാണ് പറയുവാനായിട്ടിടയായി. നമുക്കൊരു വാക്യം വായിക്കാം. മലാഖിയുടെ പ്രവചന പുസ്തകം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മലാഖിയുടെ പ്രവചനം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. നിങ്ങൾ കണ്ണ് പൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല, നിങ്ങൾ മുടന്തും ദീനമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല. ഓക്കെ, അത്ര മതി. ഇവിടെ പ്രവാചകൻ പറയുന്ന വാക്കുകൾ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചരിത്രത്തിൽ ഉടനീളം അവർ ഈ ന്യായപ്രമാണം അനുസരിച്ചു. എന്നാൽ ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവർ ഈ ന്യായപ്രമാണം അനുസരിക്കാതെ പോയി. ദൈവം വെച്ചതായ പ്രമാണത്തിന്റെ ആ ഒരു അടിസ്ഥാനത്തിലല്ല അവർ യാഗമൃഗങ്ങൾ കൊണ്ടുവന്നത്. എങ്ങനെയുള്ള മൃഗങ്ങളാണ് കൊണ്ടുവന്നത്? കണ്ണു പൊട്ടിയതിനെ കൊണ്ടുവരികയാണ്, മുടന്തായതായ യാഗമൃഗങ്ങളെ കൊണ്ടുവരികയാണ്, ദീനം പിടിച്ചതിനെ ദൈവത്തിന് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നിട്ട് വെറുതെ മാത്രം കൊണ്ടുവന്ന് അങ്ങനെ പോകുന്നതല്ല. കൊണ്ടുവന്നതിന് ശേഷം അവർ പറയുന്നത് അത് ദൈവത്തിന് കൊടുത്താൽ ഒരു പ്രശ്നവുമില്ല, ദോഷമല്ല, നിങ്ങൾ അർപ്പിക്കാം എന്ന വിധത്തിലാണ് അവർ സംസാരിച്ചത്. അവർ അർപ്പിക്കുന്നത് മാത്രമല്ല, മറ്റുള്ളവരും ചെയ്യുവാനായിട്ട്, ആ ദോഷം ചെയ്യുവാൻ വേണ്ടി അവർക്കും എന്ത് ചെയ്യാണ്? പ്രേരണ നൽകുകയാണ്, അവരെയും ഉത്സാഹിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ചെയ്താൽ ദോഷമല്ല എന്ന് പറയുന്ന ചിന്ത അവരുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അപ്പോഴാണ് പറയുന്നത്, ഇങ്ങനെയുള്ള മൃഗങ്ങളെ നിങ്ങളുടെ ദേശാധിപതിക്ക് കൊടുക്കുവോ? നിങ്ങളെ അധിപതിമാർക്ക് ഇങ്ങനെയുള്ളതായ വസ്തുക്കൾ നിങ്ങൾ ഓഫർ ചെയ്യുമോ? ഒരിക്കലും ചെയ്യുകയില്ല. നമ്മൾ അങ്ങനെയാണല്ലോ, ഇന്ന് ദൈവത്തിനായിട്ട് കൊടുക്കുന്നതായ കാര്യത്തിൽ, ദൈവത്തിനായിട്ട് പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, ദൈവത്തെ സേവിക്കുന്നതായ കാര്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മെച്ചമായത് ദൈവത്തിന് കൊടുക്കണം. ഏറ്റവും മെച്ചമായത് ദൈവത്തിന് കൊടുക്കണം, ആർക്കും വേണ്ടാത്തതല്ല. പ്രിയമുള്ളവർ, നമ്മുടെ സമയം, നമ്മുടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന റിസോഴ്സസ്, അതിലെല്ലാം ദൈവത്തിന് കൊടുക്കേണ്ടത് ഏറ്റവും മെച്ചമായത് ദൈവത്തിന് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇസ്രായേൽ ജനം അവർ കണ്ണുപൊട്ടിയതിനെയും മുടന്തായതിനെയും ദീനം പിടിച്ചതിനെയും കൊണ്ടുവരികയാണ്. ദൈവം പറഞ്ഞത് അങ്ങനെയുള്ള യാഗമൃഗങ്ങൾ കൊണ്ടുവരരുത്, അതിനാൽ ദൈവം അത് ഒരിക്കലും പ്രസാദിക്കുകയില്ല എന്നാണ് ദൈവത്തിന്റെ പ്രമാണം യാഗമർപ്പിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ പഴയ നിയമത്തിൽ യാഗമൃഗങ്ങൾ ഊനമില്ലാത്തതായിരിക്കണം.
എന്നാൽ യാഗം അർപ്പിക്കാൻ കൊണ്ടുവരുന്ന യാഗമൃഗങ്ങളെ കൊണ്ടുവരുന്ന വ്യക്തി എങ്ങനെയുള്ളവനായിരിക്കണം? പഴയ നിയമത്തിൽ അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതല്ല. യാഗമൃഗങ്ങൾ ഊനമില്ലാത്തതായിരിക്കണം. എന്നാൽ യാഗമർപ്പിക്കുവാൻ കടന്നു വരുന്ന വ്യക്തി എങ്ങനെയുള്ളവനായിരിക്കണം? അതും ദൈവത്തിന്റെ തിരുവെഴുത്ത് അത് പഴയ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാം. 24-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 24-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. അതിന് 3-4 വാക്യങ്ങൾ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. നോക്കണേ, ഇവിടെ പറയുകയാണ്, ഒന്ന്, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? യഹോവയുടെ പർവ്വതം യെരുശലേം എന്ന് പറയുന്ന പർവ്വതം, യെരുശലേമിന്റെ ആലയം, ദൈവത്തിന്റെ ആലയം ഇരിക്കുന്ന ആ പർവ്വതത്തിൽ ആർ കയറും? അടുത്തത് അവിടെ പറയുകയാണ്, വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? എല്ലാവർക്കും ആ വിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നു പോകുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ ആലയത്തിൽ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന വിഭജനങ്ങളുണ്ട്. എല്ലാവർക്കും പോകുവാനുള്ള പ്രവേശനമില്ല. ആർക്ക് കഴിയും അങ്ങനെ പോകുവാനായിട്ട് കഴിയും? വിശുദ്ധന്മാരായി ജീവിക്കുന്നതായ വ്യക്തിന്, അല്ലെങ്കിൽ അന്നത്തെ ആ ദൈവത്തിന്റെ നിയമപ്രകാരം ലേവ്യർക്ക് മാത്രം അവിടേക്ക് കടന്നു പോകുവാൻ കഴിയും. പുരോഹിതന്മാർക്ക് മാത്രം അവിടേക്ക് കടന്നു പോകുവാൻ കഴിയും. ഇവിടെ നോക്കണേ, പറയുകയാണ്, ഈ ദൈവത്തിന്റെ പർവ്വതത്തിൽ ആർക്ക് കടന്നു പോകുവാൻ കഴിയും? ദൈവത്തിന്റെ ആ വിശുദ്ധ സ്ഥലത്തിലേക്ക് ആർക്ക് നിൽക്കുവാൻ കഴിയും? വാക്യം പറയുകയാണ്, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയം. ഈ 4-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ശരീരത്തിലുള്ളതായ അവയവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശരീരത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ അവയവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ? 2 കാര്യം. ഒന്ന് ഹൃദയം, മറ്റൊന്ന് കൈ. ഹൃദയത്തിനെ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ സ്വഭാവം. കൈയിനെ കാണിക്കുന്നത് നമ്മുടെ പ്രവൃത്തി. അവിടെ പറയുകയാണ്, നിർമ്മല ഹൃദയമുള്ളവരായിരിക്കണം. നമ്മുടെ ഹൃദയം എങ്ങനെ ഉള്ളതായിരിക്കണം? നിർമ്മലത നിറഞ്ഞതായിരിക്കണം. അതിൽ പാപമില്ലാത്തതായിരിക്കണം, ദോഷമില്ലാത്തതായിരിക്കണം. നമുക്ക് ദൈവം നൽകിയിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലുള്ളതായ ആ സ്വഭാവം, പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളതായ സ്വഭാവം അത് നിർമ്മലത നിറഞ്ഞതായിരിക്കണം. ആ നിർമ്മലത ഹൃദയത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരണം. അത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എങ്ങനെ? വെടിപ്പുള്ള, ക്ലീൻ ആയിട്ടുള്ളതായ പ്രവൃത്തികളായിരിക്കണം. ഇന്ന് തന്നെ രാവിലെ മുതൽ ഈ നിമിഷം വരെ എത്രയോ പ്രവൃത്തികൾ ചെയ്തു, അല്ലേ? അത് എങ്ങനെയുള്ളതായിരുന്നു പ്രിയമുള്ളവരെ? അത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക്, അല്ലെങ്കിൽ ദൈവം അത് നോക്കിക്കൊണ്ട്, ദൈവമാണ് എല്ലാം കണ്ടത്. അത് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള പ്രവൃത്തികളാണോ? ഊനമുള്ള പ്രവൃത്തികളാണോ? ദോഷമുള്ള പ്രവൃത്തികളാണോ ഇന്ന് നിങ്ങൾ ചെയ്തത്? നമ്മളെ തന്നെ നമുക്ക് ശോധന ചെയ്യാം പ്രിയമുള്ളവരെ. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതായിരിക്കണം? ഒരുക്കമുള്ളവരായി, ഒരു നിർമ്മല ഹൃദയമുള്ളവരായി, അതുപോലെ പ്രവൃത്തികളിൽ യാതൊരു കുറ്റവുമില്ലാത്തത് ആ ഒരു രീതിയിൽ നമ്മൾ ജീവിക്കുന്നവരായി ഇരിക്കണം. അതുമാത്രമല്ല, നമ്മുടെ മനസ്സ് എങ്ങനെയുള്ളതായിരിക്കണം? മനസ്സ് വ്യാജത്തിന് മനസ്സ് വയ്ക്കാതിരിക്കുന്നതായ മനസ്സായിരിക്കണം. വ്യാജം ഇന്ന് എവിടെ നോക്കിയാലും വ്യാജം നിറഞ്ഞതായിരിക്കുകയാണ്. സത്യമില്ലാത്ത ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വ്യാജത്തിന് കൂട്ടുനിൽക്കുന്നതായ ആളുകൾ, പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സ് വ്യാജമില്ലാത്തതായിരിക്കണം. അതുമാത്രമല്ല, അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, കള്ളസത്യം എന്ത് ചെയ്യാൻ പാടില്ല. കള്ളസത്യം, കള്ളം അല്ലെങ്കിൽ അസത്യത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ല. കള്ളസത്യം നമ്മൾ ചെയ്യുവാൻ പാടില്ല. പറഞ്ഞ ആ വാക്ക് പറഞ്ഞതുപോലെ ഇരിക്കണം. ഒന്ന് പറയുകയും മറ്റൊന്ന് ചെയ്യുന്നവരായി ഇരിക്കാൻ പാടില്ല. നോക്കണേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വേണം.
നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെ ദൈവത്തിന് അത് വിശുദ്ധിയുള്ള യാഗമായി സമർപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ പോലും അവർ ദൈവത്തിന്റെ പർവ്വതത്തിൽ വരുമ്പോൾ, ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരുമ്പോൾ ഇങ്ങനെ ഉള്ളവരായി വരണമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. യാഗമൃഗങ്ങൾ മാത്രമല്ല, അവരും ഇങ്ങനെ വരണം. ഇനി നമുക്ക് എവിടേക്ക് വരാം? പുതിയ നിയമത്തിലേക്ക് കടന്നു വരാം. പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ ആലയത്തിലാണോ നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു പോകുന്നത്? യെരുശലേമിലെയാണോ ദൈവത്തിനെ ആരാധിപ്പാനായിട്ട് കടന്നു പോകുന്നത്? നമ്മൾ ഒരു വാക്യം ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം. അത് പുതിയ നിയമത്തിൽ 1 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 3:16-17 വാക്യങ്ങൾ. അവിടെ നമ്മൾ ഇങ്ങനെ എന്താണ് വായിക്കുന്നത്? 1 കൊരിന്ത്യർ 3:16-17 വാക്യങ്ങൾ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? കൊരിന്ത്യ സഭയിലുള്ളതായ വിശ്വാസികളെ, നിങ്ങളിത് അറിയുന്നില്ലയോ? വെളിയംകോട് അസംബ്ലിയിലുള്ളതായ വിശ്വാസികളെ, നിങ്ങൾ അറിയുന്നില്ലയോ? ഈ പ്രദേശത്ത് ആയിരിക്കുന്നതായ ദൈവത്തിന്റെ മക്കൾ, വിശ്വാസികൾ, രക്ഷിക്കപ്പെട്ടവരായിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് അറിയുന്നില്ലയോ? എന്തറിയുന്നില്ലയോ? ആരാണ് ദൈവത്തിന്റെ മന്ദിരം? ആരാണ് ദൈവത്തിന്റെ മന്ദിരം? ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിന്റെ മന്ദിരമാണ്, പ്രിയമുള്ളവരെ. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ ഹൃദയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം ദാനമായി നൽകുന്നതായ ഒരു ദാനമാണ്, ദൈവത്തിന്റെ ദാനമാണ് പരിശുദ്ധാത്മാവ്. അവൻ നമ്മിൽ വസിക്കുന്നു എങ്കിൽ നമ്മൾ ആരാ? ദൈവത്തിന്റെ മന്ദിരമാണ്. നമ്മുടെ ശരീരം, അതാണ് നേരത്തെ പറഞ്ഞത്, വെറുതെ നമ്മൾ ഒരു ലാഘവത്തോടുകൂടെ അതിന് കൊടുക്കേണ്ടതായ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇരിക്കാൻ പാടില്ല. നമ്മുടെ ശരീരം, നമ്മൾ ആരാ? ദൈവത്തിന്റെ മന്ദിരം. ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുകയാണ്, പ്രിയമുള്ളവരെ. അത് മാത്രമല്ല, അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, 17-ാമത്തെ വാക്യം. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ എന്ത് ചെയ്യും? ദൈവം നശിപ്പിക്കും. നമ്മുടെ ശരീരം, നമ്മൾ ദൈവത്തിന്റെ മന്ദിരമായാൽ നമ്മിൽ ആ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ നശിപ്പിച്ചാൽ ദൈവം നശിപ്പിക്കും, പ്രിയമുള്ളവരെ, നമ്മളെ. അത് മാത്രമല്ല, അവിടെ പറയുകയാണ്, അതുകൊണ്ട് ദൈവം വസിക്കുന്നത് കൊണ്ട്, അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? ദൈവത്തിന്റെ മന്ദിരം എങ്ങനെയുള്ളതാ? വിശുദ്ധമല്ലോ. അതാണ് പഴയ നിയമത്തിൽ നമ്മൾ കണ്ടത്. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാണ്. അവിടെ കയറണമെങ്കിൽ, പോകണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അവർക്ക് മാത്രമേ അങ്ങ് കയറാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മന്ദിരമായതുകൊണ്ട് നമ്മൾ അതിനോട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? നിങ്ങളും അങ്ങനെ തന്നെ നമ്മുടെ ശരീരത്തെ വിശുദ്ധിയുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ഈ കാര്യം ഓർക്കണം, പ്രിയമുള്ളവരെ. നമ്മിൽ വസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുമ്പോൾ ഈ മന്ദിരം നമ്മൾ വളരെ വിശുദ്ധിയുള്ളവരായി ജീവിക്കണം. നമ്മുടെ ഹൃദയം, നമ്മുടെ ശരീരത്തിലുള്ളതായ ഓരോ അവയവങ്ങളും ദൈവത്തിന് കൊള്ളാവുന്നുള്ള ആ അവയവങ്ങളായി അങ്ങനെ വേണം നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്. അതിന്റെ കാരണം എന്താ? ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നു. മറ്റൊരു ഭാഗത്തിലേക്ക് കടന്നു പോകാം. അതായത് 1 കൊരിന്ത്യർ 6:19-20 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 6:19-20 വാക്യങ്ങൾ. ദൈവത്തിന്റെ ദാനമായി അവിടെ എന്താ? ആരാണ് ദൈവത്തിന്റെ മന്ദിരം? നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു. എന്തുകൊണ്ട് അവിടെ പറയുന്നത്? വീണ്ടും അതേ കാര്യമാണ്. നിങ്ങളിൽ ആരായിരിക്കുന്നത്? നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ എങ്ങനെയാ? മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും വീണ്ടും വായിക്കാം. അടുത്ത ഒരു കാര്യം, അടുത്തത്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല. നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ദൈവം തന്റെ പുത്രനെ നമുക്ക് നൽകി. പുത്രൻ തന്റെ
ആ ജീവനെ, രക്തത്തിന് ആ കാൽവരി ക്രൂശിൽ നമുക്ക് ഒഴുക്കി നൽകി. ഒരു വിലയേറിയ രക്തമാണ് നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും അവർ അവർക്കുള്ളവരല്ല, നാം നമുക്കുള്ളവരല്ല, താങ്കൾക്കുള്ളവരല്ല. അത് മാത്രമല്ല അവിടെ പറയുന്നത്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നാം നമുക്കുള്ളവരല്ല. ചിലർ പറയും ഇത് എൻ്റെ ശരീരം, ഇത് എനിക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. ഞാൻ പറയട്ടെ, ഈ ശരീരം എന്ന് പറയുന്നത് ഞാനാണോ? അല്ല, ഈ ശരീരം എൻ്റെ ശരീരം. അപ്പോൾ ഞാൻ എവിടെയാ? ശരീരം ഞാനല്ല, ശരീരം എൻ്റേതാണ്. അതാരാ തന്നത്? ദൈവമാണ് തന്നത്. ഇനി ഈ ശരീരത്തിൽ എന്നിൽ ആത്മാവ് വസിക്കുന്നു. അതുമാത്രമല്ല, ഈ നമ്മളെ മാത്രമല്ല, നമ്മുടെ ശരീരത്തിനെയും ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ഈ ശരീരം വീണ്ടെടുപ്പിന്റെ നാളിന് വേണ്ടി കാത്തുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ ശരീരത്തിനെ ഉപയോഗിച്ച് നമ്മുടെ പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല, പാപപ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല. നശിപ്പിക്കല്ലേ, ശരീരത്തിനെ നശിപ്പിക്കല്ലേ പ്രിയമുള്ളവരെ. അവിടെ പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതാണ് വിശുദ്ധിയുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കുക എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, നമ്മുടെ ശരീരം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവനാമ മഹത്വത്തിനായിട്ടിരിക്കേണ്ടത് ആവശ്യമാണ്. ഒരിക്കലും പാപത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാതെ നമ്മളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്നുള്ളതായ ആ ഒരു ബോധ്യത്തോടെ നമ്മൾ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ എന്തു ചെയ്യണം? പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം, അല്ലേ? രക്ഷിക്കപ്പെടണം. എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചത്? എപ്പോഴാ? ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് ചോദിക്കാമല്ലോ, റൈ? എപ്പോഴാ? നിങ്ങൾക്കറിയാം. രക്ഷിക്കപ്പെട്ടപ്പോൾ. തെളിവ്? നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയണം, റൈ? അതിനുള്ളതായ തെളിവ് നിങ്ങൾക്കറിയാം. നിങ്ങൾ പറയും, എന്നാൽ ഇപ്പോൾ പറയില്ല നിങ്ങൾ, റൈറ്റ്? എന്താ? എഫേസ്യർക്ക് എഴുതിയതായ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 13ഉം 14ഉം വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം. എഫേസ്യർ 1-ന്റെ 13ഉം 14ഉം വാക്യങ്ങൾ. നിങ്ങൾ രക്ഷയെക്കുറിച്ചുള്ളതായ സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും, അപ്പോൾ സുവിശേഷം കേൾക്കുകയും, അടുത്തത് അവനിൽ വിശ്വസിക്കുകയും ചെയ്തപ്പോൾ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടു. എപ്പോഴാ? സുവിശേഷം നമ്മൾ കേട്ടപ്പോൾ. യേശു കർത്താവിനെ കുറിച്ച് കേട്ടതായ സമയം, യേശു കർത്താവ് എൻ്റെ പാപങ്ങൾക്കായിട്ട് കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് എന്ന് നിങ്ങളും ഞാനും വിശ്വസിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ വിശ്വസിച്ചപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ നമ്മൾ വിശ്വസിച്ചപ്പോൾ ദൈവമക്കളായി. അങ്ങനെ ദൈവമക്കളായപ്പോൾ വാഗ്ദത്തം ചെയ്യപ്പെട്ടതായ ആ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി. അതിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ നമുക്കുള്ളവരല്ല. മുദ്ര, ഒരു മുദ്ര ഏതെങ്കിലും വസ്തുക്കളിൽ നമ്മൾ കണ്ടാൽ ആ മുദ്ര കാണിക്കുന്നത് അതിന്റെ അവകാശി ആ വ്യക്തിയാണ്, അല്ലേ? പോസ്റ്റൽ സ്റ്റാമ്പ്, നമ്മൾ ഒരു ലെറ്റർ നമ്മൾ അയച്ചാൽ പോസ്റ്റ് ഓഫീസിൽ അവിടെ ആ സ്റ്റാമ്പ് അടിച്ചാൽ നമ്മൾ പോയി ചോദിച്ചാൽ നമുക്ക് തരികയില്ല. അത് അവരുടെ അവകാശം. അവരെത്തേണ്ട ആ സ്ഥാനത്ത് അവരെത്തിക്കും. അതുപോലെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ മുദ്രയിടപ്പെട്ടവരാണ്. നാം നമുക്കുള്ളവരല്ല. ഇനി ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ രക്ഷിക്കപ്പെടണം. അങ്ങനെ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ പ്രാപിച്ചു. ഇനി ആ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുകയാണ്. അവനിങ്ങനെ പോകുക വരിക അങ്ങനെയല്ല, നിരന്തരമായി നമ്മിൽ വസിക്കുകയാണ്. എന്ന് വരെയാണ് അവൻ വസിക്കാൻ പോകുന്നത്? എപ്പോൾ വരെയാണ്? എപ്പോഴാ?
എപ്പോഴാ അതിൽ വാക്യം നമുക്ക് വായിക്കാം. എഫേസ്യർ 4-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം. എഫേസ്യർ 4:30 വാക്യം. എഫേസ്യർ 4-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം. റൈറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവിടെ പറയുന്നത് അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഏതിനായി? വീണ്ടെടുപ്പിന്റെ നാൾ. അതുവരയ്ക്കായി, ആ ദിവസത്തിനായിട്ട് നമ്മളെ ദൈവം മുദ്രയിട്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തിനുള്ളവരാണ്, നമ്മിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ നമ്മൾ ആ ഒരു അറിവോടുകൂടെ നമ്മൾ നമുക്കുള്ളവരല്ല. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിനെ ഉപയോഗിച്ച് നമുക്ക് തോന്നുന്നത് പോലെ പാപം ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുവാൻ പാടില്ല. 1 തെസ്സലോനിക്കർ 5:23 വാക്യം വായിച്ചാൽ പൗലോസ് തെസ്സലോനിക്കയിലുള്ളതായ സഭയോട് ഇങ്ങനെയാണ് പറയുന്നത്: സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നമ്മളെ ശുദ്ധീകരിക്കുന്നത് ദൈവമാണ്, നമ്മളെ വിശുദ്ധീകരിക്കുന്നത് ദൈവമാണ്. ഇന്നലെ നമ്മൾ അതാണല്ലോ കണ്ടത്. നമ്മൾ നീതീകരിക്കപ്പെട്ടവരാണ്, നീതിമാന്മാരാക്കപ്പെട്ടവരാണ്. അങ്ങനെ നീതിമാന്മാരാക്കപ്പെട്ടവർ അവർ വിശുദ്ധരായി ജീവിക്കണം, അവർ ശുദ്ധീകരിക്കപ്പെട്ടവരായി ജീവിക്കണം. അപ്പോൾ നമ്മളെ വിശുദ്ധീകരിക്കുന്നതും ആരാണ്? അത് ദൈവമാണ്. എന്തൊക്കെയാണ് ദൈവം വിശുദ്ധീകരിക്കുന്നത്? അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളുടെ ആത്മാവും പ്രാണനും അതുപോലെ ദേഹവും എങ്ങനെയാ? അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഇന്ന് എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണ് നമ്മുടെ ശരീരത്തിന് ശുദ്ധിയുള്ളതായിട്ട് നമ്മൾ കാക്കേണ്ടത്? അത് കാക്കപ്പെടും. ദൈവമാണ് അത് ചെയ്യുന്നത്, ദൈവമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. നമ്മുടെ പങ്ക് എന്താണെന്ന് അറിയാമോ? ആ വിശുദ്ധീകരിക്കുന്നതായ ദൈവത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ അതിനായിട്ട് ദൈവത്തെ അനുവദിക്കണം. പലപ്പോഴും നമ്മൾ അനുവദിക്കാറില്ല. പാപം ചെയ്യുവാനായിട്ടുള്ളതായ സന്ദർഭം കടന്നു വരുമ്പോൾ നമ്മളോട് പരിശുദ്ധാത്മാവ് പറയും, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് പറയും, നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകളാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയും. പലപ്പോഴും ആ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് നമ്മൾ പാപം ചെയ്യും. ദൈവത്തെ, പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വിശുദ്ധിയുള്ളവരായിട്ട് നമ്മൾ ജീവിക്കുന്നില്ല. പാപം ചെയ്യുവാനായിട്ടുള്ള അവസരം കടന്നു വരുമ്പോൾ, സാഹചര്യം കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് നമ്മൾ അനുസരിച്ചാൽ നമ്മൾ വിശുദ്ധീകരിക്കുവാൻ ദൈവത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ. അങ്ങനെ നമ്മൾ അനുവദിക്കണം. ഓരോ സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. ദൈവമാണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, ദൈവമേ എന്നെ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ മകനായി മകളായി വിശുദ്ധിയോടുകൂടെ ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുവാൻ അനുവദിക്കണമേ. ദൈവമേ എന്നെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പല ഭാഗങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണം ഇല്ല എന്ന്, നമ്മളെ നിയന്ത്രണം ചെയ്യുന്നത് പലപ്പോഴും പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും ദൈവത്തിന്റെ ആത്മാവ് അതെന്ത് ചെയ്യണം? നിയന്ത്രണം ചെയ്യണം. ബൈബിളിൽ നമ്മൾ ഒരു വാക്യം വായിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാ? ആത്മാവിനാൽ എന്ത് ചെയ്യണം? നിറയണം. ആത്മാവിനാൽ നിറയണം. അതിന്റെ അർത്ഥം എന്താണ്? പരിശുദ്ധ ആത്മാവിനാൽ നിയന്ത്രണം ചെയ്യപ്പെടണം. നമ്മളെ കൺട്രോൾ ചെയ്യുവാൻ, നിയന്ത്രണം ചെയ്യുവാനായിട്ട് പരിശുദ്ധ ആത്മാവിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ നമ്മൾ കണ്ടത്, നമ്മളെ വിശുദ്ധീകരിക്കുന്നത് അത് ദൈവത്തിന്റെ ആത്മാവാണ്. മറ്റൊരു വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ പറയട്ടെ, ഇങ്ങനെ നമ്മൾ ശുദ്ധീകരിക്കുവാൻ നമ്മൾ അനുവദിച്ചാൽ, ഇങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ ശരീരങ്ങളെ, അവയവങ്ങളെ വിശുദ്ധിയോടുകൂടെ നമ്മൾ ഈ ലോകത്തിൽ അതിനായിട്ട് ദൈവത്തിന് ഏൽപ്പിച്ച് നമ്മൾ ജീവിച്ചാൽ എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ അനന്തരഫലം എന്തായി തീരും? 2 പത്രോസ് 1:4 വാക്യം വായിക്കാം. 2 പത്രോസ് 1:4 വാക്യം.
അവിടെ പറയുകയാണ്, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും എന്ത് ചെയ്യാണ്? നൽകിയിരിക്കുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, വചനം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അത് വിലയേറിയതാണ്, അതിമഹത്തായ വാഗ്ദത്തങ്ങൾ, അവന്റെ വചനം. അങ്ങനെയുള്ള വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ളതായ നാശം എന്ത് ചെയ്യണം? വിട്ടു ഒഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ വേണ്ടിയാണത് തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ, ആ വചനം നമ്മൾ അനുസരിക്കുന്നതായ സമയം നമ്മൾ ഈ ലോകത്തിൽ ഉണ്ടാകുന്ന മോഹങ്ങൾ, പാപങ്ങൾ, പാപ ആഗ്രഹങ്ങൾ അതിൽ നിന്ന് വിട്ടൊഴിഞ്ഞിട്ട് നമ്മൾ എന്താ? ദിവ്യ സ്വഭാവം, ദൈവത്തിന്റെ സ്വഭാവം, ക്രിസ്തുവിനാൽ നമുക്ക് ലഭിച്ചതായ സ്വഭാവം, അതിന് കൂട്ടാളികളായി തീരുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിൽ വെളിപ്പെടണം. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടണം. അതിനായിട്ട് കൂട്ടാളികളായി തീരുവാൻ നമ്മൾ എന്ത് ചെയ്യണം? അനുവദിക്കണം. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. മറ്റൊരു ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരാം. പലപ്പോഴും ഇതിന് സാധിക്കുന്നില്ല, അല്ലേ? ഇത് വലിയ ഒരു പ്രയാസമുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രയാസമുള്ള കാര്യമെന്ന് ഞാൻ പറഞ്ഞത്? ഈ വാക്യം വായിക്കാം. ഗലാത്യർ 5:17 വാക്യം. ഗലാത്യർ 5:17 വാക്യം. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമായിരിക്കുന്നു. ഇവിടെയുള്ള രണ്ട് കാര്യം, ഒന്ന് ജഡം, മറ്റൊന്ന് ആത്മാവ്. ജഡത്തിന്റെ അഭിലാഷം, ജഡത്തിന്റെ ആഗ്രഹം, അത് ആത്മാവിന്റെ ആഗ്രഹത്തിന് എതിരായിരിക്കുന്നു. ഇത് രണ്ടും തമ്മിൽ വിരോധമായിരിക്കുകയാണ്. രണ്ടും തമ്മിലുള്ളതായ പോരാട്ടം. നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും നടുവിലാണ്. ആത്മാവും ജഡവും. ജഡം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ ശരീരമല്ല, പാപ സ്വഭാവം. അതുപോലെ ആത്മാവ്, ആത്മാവിന്റെ സ്വഭാവം, പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യം. ഇനി ജഡം, പാപ സ്വഭാവം പറയുന്ന കാര്യം. ഇതിന്റെ രണ്ടിന്റെയും നടുവിലാണ്. ഇന്ന് ഇവിടെ ഇരുന്ന് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, റൈറ്റ്? ആത്മാവ് പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു, അതേ സമയം തന്നെ ജഡം പറയുന്ന വാക്കുകൾ നമ്മുടെ മനസ്സിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, റൈറ്റ്? ജഡം പറയുകയാണ്, ഉറങ്ങ്. നിങ്ങൾ ഉറങ്ങുന്നില്ല? ഇല്ല, ഞാൻ ജസ്റ്റ് പറയുന്നതാ. എന്ന് പറഞ്ഞാൽ ജഡം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുകയില്ല. ഇനി ജഡം നമ്മളോട് പറയുന്നത്, ഈ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സ് മറ്റു പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. അതിനായിട്ട് നമ്മൾ അനുവദിക്കുകയാണ്. ശരീരം മാത്രം ഇവിടെയാണ്, മനസ്സ് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഊടാടി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ, അതായത് നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു പോരാട്ടം നടക്കുകയാണ്. അതേസമയം ദൈവത്തിന്റെ വചനം അനുസരിക്കുവാൻ ഇപ്പോൾ നിങ്ങൾ ഒരു തീരുമാനമെടുത്താൽ പോരാട്ടം വരും, പോരാട്ടം വരും. പിശാച് നമ്മുടെ ശരീരത്തിലുള്ളതായ ജഡത്തിനെ ഉപയോഗിക്കും. ജഡ അഭിലാഷം കടന്നു വരും. നമ്മൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഇച്ഛിക്കുന്ന കാര്യം ചെയ്യാതെ വണ്ണം പ്രതികൂലമായിരിക്കുകയാണ്. ഈ പോരാട്ടമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പോരാട്ടമില്ലെങ്കിൽ പ്രശ്നമാണ് പ്രിയമുള്ളവരെ. പോരാട്ടമുണ്ടോ? ഇന്നലെ നമ്മൾ കണ്ടു അല്ലെ? ഇന്നലെ അതായത് ഭക്തിയുള്ളവരായി ജീവിക്കുവാൻ, ഭക്തിയോട് ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എന്താ? ഉപദ്രവം ഉണ്ടാകും. മനസ്സില്ലെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. നിങ്ങൾക്ക് ആ മനസ്സുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ഒരു തീരുമാനമെടുത്ത് അങ്ങനെ ജീവിക്കുവാൻ മനസ്സോടെ മുൻപോട്ട് കടന്നു പോകുമ്പോൾ അതുവരെയും ജീവിതത്തിൽ വരാത്ത പ്രയാസങ്ങൾ വരും. അതുപോലെ ദൈവത്തിനായിട്ട് വിശുദ്ധിയുള്ള യാഗമായി നമ്മൾ ദൈവത്തിനായിട്ട് സമർപ്പിക്കണമെന്നുള്ള ഒരു തീരുമാനമെടുത്താൽ പ്രശ്നങ്ങൾ കടന്നു വരും. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും നടുവിലാണ്. ഞാൻ പറയട്ടെ, നമ്മളെ വീട്ടിൽ വളർത്തുന്നതായ 2 മൃഗങ്ങൾ, 2 പൂച്ച എന്ന് പറയാം, റൈറ്റ്? ഒരു വെള്ള പൂച്ചയും പിന്നെ കറുത്ത പൂച്ചയും.
ഇതിന് ഏതിനാണ് നമ്മൾ നന്നായിട്ട് ആഹാരം കൊടുക്കുന്നോ അതായിരിക്കും നന്നായിട്ട് വളരുന്നത്. അതുപോലെ ഈ ജഡം ആത്മാവ് രണ്ടുമുണ്ടല്ലോ. ഏതിനാണ് നമ്മൾ പലപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യുവാൻ അനുവദിക്കുന്നോ അതിൻ്റെ ആ ഒരു അധികാരത്തിലായിരിക്കും നമ്മൾ എപ്പോഴും ആയിത്തീരുന്നത്. ഏതിനെ നമ്മൾ മരിപ്പിക്കുന്നോ അത് മരിക്കും, മറ്റത് വളരും. അപ്പോൾ ജഡത്തിൻ്റെ ജഡ സ്വഭാവങ്ങളെ മരിപ്പിക്കണം. അതിന് ഒരിക്കലും ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, അനുസരിക്കുവാൻ, നമ്മളെ കൺട്രോൾ ചെയ്യുവാൻ അനുവദിക്കുവാൻ പാടില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത് രണ്ട് പ്രതികൂലമായിരിക്കുകയാണ്, വിരോധമായിരിക്കുന്നു, അതുപോലെ പ്രതികൂലമായിരിക്കുന്നു. നിങ്ങൾ ആരെയാണ് അനുസരിക്കുവാൻ പോകുന്നത്? നിങ്ങളുടെ ജഡത്തിനെയാണോ അതോ പാപത്തിനെ അല്ലെങ്കിൽ ആത്മാവിനെയാണോ? ഇവിടെ എത്ര വിശുദ്ധന്മാരാണ് ഇരിക്കുന്നത്? വിശുദ്ധന്മാർ കൈയുയർത്തണ്ട, റൈറ്റ്? മറ്റൊന്ന്, എത്ര പാപികളാണ് ഇവിടെ നിങ്ങളായിരിക്കുന്നത്? എത്ര പാപികളാണ് നിങ്ങൾ? പാപികളാണോ? നമ്മൾ പാപികളാണോ? നമ്മൾ പാപികളായി ഇരുന്നു. ദൈവം നമ്മളെ വീണ്ടെടുത്തു. രക്ഷിക്കപ്പെട്ടവർ ആരാ? അവരും പാപികളാണ്. ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്താണ്? നമ്മൾ ആരാ? രക്ഷിക്കപ്പെട്ട പാപികളാണ്. ഇപ്പോഴും പാപികളാണ്, എന്നാൽ രക്ഷിക്കപ്പെട്ട പാപികളാണ്. ജഡ സ്വഭാവം, പാപം നമ്മിൽ ആയിരിക്കുകയാണ്. ഒരു വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. 1 യോഹന്നാൻ 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ എന്ത് ചെയ്യുന്നു? വഞ്ചിക്കുന്നു. അവിടെ യോഹന്നാൻ പറയുകയാണ്, നാം അല്ലെങ്കിൽ നമ്മിൽ പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നമ്മൾ വഞ്ചിക്കുകയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, നമ്മൾ ജഡമുണ്ട്, പാപ സ്വഭാവമുണ്ട്, അതിപ്പോൾ വസിക്കുകയാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മറ്റൊന്ന്, വേറൊരു വാക്യം എങ്ങനെ പറയാണ്? യോഹന്നാൻ 1-ന്റെ 10-ാമത്തെ നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു. എന്ന് പറഞ്ഞാൽ സത്യം എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ ദൈവമക്കളായി ജീവിക്കുമ്പോൾ, പാപം നിറഞ്ഞതായ ലോകത്ത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപ സ്വഭാവം നമ്മിലുണ്ട്, പാപം ചെയ്യാനുള്ളതായ സാധ്യതകളുണ്ട്, പാപത്തിൽ വീണു പോകാറുമുണ്ട്. എന്നാൽ ഒരു വാക്യം ഇതേ ലേഖനത്തിൽ തന്നെ യോഹന്നാൻ പറയുന്ന മറ്റൊരു വാക്യം ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇതൊരു പഠനമായതുകൊണ്ട് അതെല്ലാം നമ്മൾ കണക്ട് ചെയ്യേണ്ടതും ആവശ്യമാണ്. ഏതാ വാക്യം എന്നറിയാമോ? 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 3-ന്റെ 9-ാമത്തെ വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും എന്ത് ചെയ്യില്ല? പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. നേരത്തെ നമ്മൾ കണ്ടതാണ്, പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ അസത്യവാദിയാക്കുന്നു എന്ന് പറയുകയാണ്. ഇവിടെ പറയുകയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് അവിടെ പറയുകയാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ്: ദൈവത്തിൽ നിന്ന്, അതായത് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപത്തിൽ തുടരുന്നില്ല. അവന്റെ വിത്ത്, ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപത്തിൽ തുടരുവാൻ കഴിയുകയുമില്ല. പാപം ചെയ്യുന്നില്ല എന്നല്ല, പാപത്തിൽ തുടരുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കഴിയുകയില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിന്റെ മക്കളായി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അതിലെ പാപം ചെയ്യാനുള്ളതായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ പാപത്തിൽ വീഴാം, എന്നാൽ അതിൽ തുടരാൻ പാടില്ല. ദൈവത്താൽ ജനിച്ച ഒരു വ്യക്തിക്കും, ദൈവവിശ്വാസികൾ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസിക്ക് ഒരിക്കലും ആ പാപത്തിൽ അവൻ ഒരിക്കലും തുടരുകയില്ല. ചെളിയിൽ വീണതായ ആട് അത് വീഴും. അത് നടക്കുമ്പോൾ തീർച്ചയായിട്ടും ചെളിയിൽ വീഴും. അങ്ങനെ വീഴുമ്പോൾ ആ ചെളിയിൽ കിടന്നുകൊണ്ട് എന്ത് ചെയ്യും? അത് കരയും. ആ ചെളിയിൽ നിന്ന് പുറത്തു വരുന്നതുവരെ കരയും. അത് പുറത്തു വന്നതിന് ശേഷം തൻ്റെ ദേഹത്തിരിക്കുന്നതായ ആ ചെളിയുടെ അംശങ്ങൾ പോകുന്നത് വരെയും അത് കരഞ്ഞുകൊണ്ടേയിരിക്കും, അത് തന്നെ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ ചെളിയിൽ വീണതായ പന്നി അത് ഒരിക്കലും കരയില്ല, അതിൽ ആസ്വദിക്കും, അതിൽ തന്നെ വസിക്കും, അതിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ആട് അങ്ങനെ ചെയ്യുകയില്ല. പ്രിയമുള്ളവരെ,
ഒരു രക്ഷിക്കപ്പെട്ട വിശ്വാസി പാപത്തിൽ വീണാൽ ആ പാപത്തിൽ നിന്ന് ദൈവത്തോട് കരഞ്ഞുകൊണ്ട്, അയ്യോ ഞാൻ ഇതിൽ വീണല്ലോ, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതിൽ നിന്ന് വരും. ഇന്ന് ആരെങ്കിലും പാപത്തിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ മാടി വിളിക്കുകയാണ്. ആ പാപത്തിൽ നിങ്ങൾ തുടരുവാൻ പാടില്ല. നിങ്ങൾ വരിക, കർത്താവേ എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് അത് ഏറ്റുപറയുക. 1 യോഹന്നാൻ 2:1 വാക്യത്തിൽ യോഹന്നാൻ പറയുന്നത്, എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കണം, പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് പറയുന്നു, എഴുതുന്നു എന്ന് അവിടെ പറയുകയാണ്. ദൈവമക്കളായി ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, പാപം ചെയ്യാത്തവരായി വിശുദ്ധിയുള്ളവരായി ലോകത്തിൽ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. യേശു കർത്താവിനെ നിങ്ങൾ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ പാപത്തിലാണ്, നിങ്ങൾ നിത്യമായ ആ അന്ധകാരത്തിലാണ്, ആ പിശാചിന്റെ നിയന്ത്രണത്തിലാണ്. പ്രിയമുള്ളവരെ, ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ യേശു കർത്താവിനെ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ആ പാപത്തിൽ നിങ്ങൾ ാണ്. ബൈബിൾ പറയുന്നു, ഈ ലോകത്തിലുള്ളതായ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുകയാണെന്ന് പറയുകയാണ്. അത് മാത്രമല്ല, ബൈബിൾ പറയുന്നു പാപത്തിന്റെ ശമ്പളം അത് നിത്യമായ നരകമെന്ന് പറയുകയാണ്. ഒരു വ്യക്തി പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ചാൽ അവൻ പോകുന്നത് നിത്യമായ നരകമാണ്. അത് ആണ് ആ പാപിക്ക് വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ ലോകത്തെ ഉണ്ടാക്കിയവൻ, നിങ്ങളെ ഉണ്ടാക്കിയവനായ സൃഷ്ടാവായ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരിക്കലും ആ പാപത്തിലേക്ക്, നിത്യമായ നരകത്തിലേക്ക് പോകുവാൻ അവന് ആഗ്രഹമില്ല. അവൻ ഒരിക്കലും അങ്ങനെ ഇച്ഛിക്കുന്നില്ല. നിങ്ങൾ രക്ഷിക്കപ്പെടണം, ദൈവമകനാകണം എന്നാണ് അവന്റെ ആഗ്രഹം. അതാണ് ആ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ആ കാൽവരി ക്രൂശിൽ ആ പുത്രനെ തകർത്ത് കളയുവാൻ അവന് ഇഷ്ടം തോന്നി. എന്തിനാണ്? നിന്റെ രക്ഷയ്ക്കായിട്ട് ആണ്. പ്രിയമുള്ളവരെ, യേശു കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ പാപികളെ രക്ഷിപ്പാൻ യേശു കർത്താവ് ലോകത്തിൽ വന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൽ അവൻ പാപമില്ലാത്തവനായി, പാപം ചെയ്യാത്തവനായി ലോകത്തിൽ ചുറ്റി നടന്നു. തന്റെ അടുക്കലേക്ക് കടന്നു വന്നവർക്ക്, വിശന്നു വന്നവർക്ക് അവരുടെ വിശപ്പ് മാറ്റി. അതുപോലെ രോഗത്താൽ, ദുഃഖത്താൽ കടന്നു വന്നവർക്ക് അതെല്ലാം അത് മാറ്റുവാനിടയായി. മരിച്ചവരെ ഉയിരോട് എഴുന്നേൽപ്പിക്കുവാനിടയായി, വെള്ളത്തിന്മേൽ നടക്കുവാനായിട്ടിടയായി, ഭൂതങ്ങളെ പുറത്താക്കുവാനിടയായി. അങ്ങനെ ശക്തിയുള്ളതായ ആ യേശു കർത്താവ് ലോകത്തിൽ അങ്ങനെ വിശുദ്ധനായി, ഒരു പാപമില്ലാത്തവനായി അങ്ങനെ ജീവിക്കുവാനിടയായി. 33 തിരുവയസ്സിൽ എന്റെ പാപത്തിനായിട്ട് അവൻ ആ കാൽവറി ക്രൂശിൽ ഒരു തെറ്റും ചെയ്യാതെ, ഒരു പാപവും ചെയ്യാത്തവൻ എന്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ആ കാൽവറി ക്രൂശിൽ മരിക്കുവാനിടയായി. അവനെ അടിക്കുവാനിടയായി, അവനെ നിന്ദിക്കുവാനിടയായി, അപമാനിക്കുവാനിടയായി. എത്രയോ കഷ്ടതകളാണ് അവൻ കടന്നുപോയത്. വർണ്ണിക്കുവാൻ വാക്കുകളില്ല, ചിന്തിക്കുവാൻ നമ്മുടെ ചിന്തയിൽ കൂടി പോലും അത് ചിന്തകളാൽ അത് നമുക്ക് ഉൾക്കൊള്ളുവാൻ പോലും കഴിയുകയില്ല. അത്രമാത്രം വേദനകൾ നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ആ കാൽവരി ക്രൂശിൽ അവൻ അത് കടന്നു പോകുവാനിടയായി. അവസാനം തൻ്റെ ആ ജീവൻ ആ കാൽവരി ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി നൽകുവാനിടയായി. അവൻ മരിച്ചു, അടക്കം ചെയ്യപ്പെട്ട് 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും അവൻ ജീവിക്കുകയാണ്. പ്രിയ ദൈവജനമേ, പ്രിയ മക്കളെ, ഈ ശബ്ദപരിധിയിൽ നിന്നുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ മക്കളെ, ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുക. നിങ്ങൾ ഇതുവരെയും യേശു കർത്താവിനെ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ യേശുവിന്റെ അടുക്കൽ പറയുക, ദൈവമേ, യേശുവേ, ഞാനൊരു പാപിയാണ്. എന്റെ പാപത്തിനായിട്ട് അങ്ങ് കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപങ്ങളെ അങ്ങ് ക്ഷമിക്കണമേ, എന്നെ അങ്ങയുടെ മകനാക്കി തീർക്കണമേ എന്ന് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞാൽ, ഈ യേശു കർത്താവിനെ വിശ്വസിച്ചാൽ അവൻ നിങ്ങളെ രക്ഷിക്കും. നിങ്ങൾക്കും ഈ ദൈവത്തിന്റെ മകളായി തീരുവാനായിട്ട് കഴിയും. ജീവിതത്തിൽ സമാധാനം, സന്തോഷമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയും. ലോക അവസാനത്തിൽ അല്ലെങ്കിൽ മരണത്തിൽ മാറ്റപ്പെട്ട നിത്യജീവനുള്ളവരായി ആ യേശു കർത്താവിനോടുകൂടെ സ്വർഗത്തിൽ നിത്യതയോളം ആ സമാധാനത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ ജീവിക്കുവാൻ കഴിയും. അങ്ങനെ ഈ ഒരു നിത്യജീവൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ
പ്രാപിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക. ആ യേശു കർത്താവിനെ നിങ്ങൾ സ്വീകരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഈ യേശു കർത്താവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകനായി മകളായി തീരും. പരിശുദ്ധ ആത്മാവിനെ നിങ്ങൾ പ്രാപിക്കും. ലോകത്തിലും ഞാൻ ഇതുവരെ പറഞ്ഞു വന്നതായ കാര്യങ്ങൾ, ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പാപം കടന്നു വരാം. പാപത്തിൻ്റെ ആ ശക്തി അല്ലെങ്കിൽ അത് നമ്മളെ ഭരിക്കുവാനായിട്ട് കീഴ്പ്പെടുത്തുവാനായിട്ട് ശ്രമിക്കാം. എന്നാൽ യേശു കർത്താവും അവൻ്റെ വചനവും പരിശുദ്ധാത്മാവും അവൻ്റെ വാക്കുകളും നമുക്കുണ്ട്. അതനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ വിശുദ്ധിയുള്ളവരായിട്ട് ജീവിക്കുവാൻ കഴിയും. നമ്മൾ ബുദ്ധിയുള്ളതായ ആരാധന രക്ഷിക്കപ്പെട്ടവർ ദൈവത്തിന് അർപ്പിക്കണം. അതിന് ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് നമ്മുടെ ശരീരങ്ങളെ യാഗമായി ദൈവത്തിന് സമർപ്പിക്കണം. എങ്ങനെയുള്ള യാഗം? ജീവനുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കണം. 2, അത് വിശുദ്ധിയുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കണം. പാപം ചെയ്യാതെ വിശുദ്ധിയുള്ളവരായി ദൈവത്തിന് ഊനമില്ലാത്ത ഒരു ദോഷവുമില്ലാത്ത ആ യാഗമായി ദൈവത്തിന് നമ്മുടെ ശരീരങ്ങളെ അർപ്പിക്കണം. ഈ വാക്യം വായിക്കാം. 1 യോഹന്നാൻ 1:9. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഇത് ആർക്കുള്ളതാ? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ അവൻ ക്ഷമിക്കും. അതാണല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ചെയ്തത്. എന്നാൽ ഈ വാക്യം ആർക്കുള്ളതാ? ഇവിടെ നമ്മുടെ നാം എന്ന് പറയുന്ന വാക്കുകൾ എത്ര പ്രാവശ്യമാണ് വരുന്നത്? ഇപ്പൊ ഞാൻ നിർത്താം. അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവിടെ നമ്മുടെ, അടുത്തത് നമ്മോട്, അടുത്തത് നമ്മെ. ഈ നമ്മോട് നമ്മെ എന്ന് പറയുന്നത് ആരാണ്? ആരൊക്കെയാണ്? 1, ഈ ലേഖനം എഴുതുന്ന യോഹന്നാൻ അപ്പോസ്തലൻ. 2, ഈ ലേഖനം ആർക്കാണോ എഴുതുന്നത് ആ സഭയിലുള്ള വിശ്വാസികൾ. 3, ഈ വാക്കുകൾ വായിച്ചതായ രക്ഷിക്കപ്പെട്ടവരായ നമ്മൾ. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ ആരുടെ പാപങ്ങളെ? രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ പാപങ്ങളെ. നിങ്ങൾ എപ്പോഴാണ് അവസാനമായിട്ട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞത്? ഏറ്റുപറയാറുണ്ടോ? അല്ലെങ്കിൽ യു ആർ വെരി ഡേർട്ടി. ഏറ്റുപറയുന്നില്ല എങ്കിൽ നിങ്ങൾ അശുദ്ധിയിലാണ്, ക്ലീൻ അല്ല. രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവമേ ഞാനൊരു പാപി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ പാപങ്ങൾ അവൻ ക്ഷമിച്ചു. എന്നാൽ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും നമ്മൾ ചെയ്യുന്നതായ ഓരോ പാപങ്ങളും ഏറ്റുപറയണം. എല്ലാ ദിവസവും ഏറ്റുപറയണം. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ ഏറ്റുപറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ എത്രത്തോളം വൃത്തിയാക്കുന്നോ അത്രത്തോളം എന്ത് ചെയ്യുന്നറിയാമോ? വൃത്തിയാകും. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യും? അടിച്ചു വാരും. നമ്മൾ ഈ ഹോളൊക്കെ അടിച്ചു വാരും എല്ലാ ദിവസവും. ഒരു ദിവസം അടിച്ചു വാരി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം നമ്മൾ ചെയ്യാതിരിക്കുകയില്ല, അല്ലേ? നമ്മൾ ക്ലീൻ ആക്കും നമ്മുടെ ഭവനമെല്ലാം. എന്താണ് കാരണം? ഈ അന്തരീക്ഷം മുഴുവനും അത് പല പൊടിയെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്നതായ ഈ ഒരു ലോകം പാപത്താൽ നിറഞ്ഞിരിക്കുകയാണ്. ദൈവമക്കളായി ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കണം, ശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. പ്രിയമുള്ളവരെ, ഇന്ന് തന്നെ വീട്ടിൽ ചെന്ന് ഉറങ്ങുന്നതിന് മുൻപായിട്ട് ആ ദൈവത്തിൻ്റെ സന്നിധി കൊണ്ട്, ദൈവമേ എൻ്റെ ജീവിതത്തിലുള്ളതായ കുറവുകളെ അങ്ങ് കാണിച്ചു തരണമേ, എൻ്റെ ജീവിതത്തിലുള്ളതായ പാപങ്ങൾ അങ്ങ് വെളിപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ആരും കേൾക്കാതെ ചെയ്യുക. തീർച്ചയായിട്ടും ദൈവം വെളിപ്പെടുത്തി തരും. അങ്ങനെ പറയുമ്പോൾ അതെല്ലാം ദൈവത്തിന്, ദൈവമേ ഈ തെറ്റ് ഞാൻ ചെയ്തു, എന്നെ ക്ഷമിക്കണമേ എന്ന് ഓരോന്നായിട്ട് ഏറ്റുപറയണം. അങ്ങനെ ചെയ്താൽ ദൈവം നമ്മളെ ശുദ്ധീകരിക്കും. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചുകൊണ്ട്. അതാണല്ലോ യേശു കർത്താവ് ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചത്. പ്രലോഭനങ്ങളിൽ ഞാൻ വീണുപോകാതെ, പാപത്തിൽ വീണുപോകാതെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്
എഴുന്നേൽക്കണം. രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് എവിടെയൊക്കെയാണ് ഞാൻ തെറ്റ് ചെയ്തത്, എവിടെയൊക്കെയാണ് ഞാൻ വീട് പോയത് എന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. അവൻ നമുക്ക് വെളിപ്പെടുത്തി തരും. അതെല്ലാം ഓരോന്നായിട്ട് നമ്മൾ ഏറ്റുപറഞ്ഞ് നമ്മളെ ശുദ്ധീകരിച്ച് അതിന് മാപ്പ് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഉറങ്ങണം. ഇങ്ങനെ എല്ലാ ദിവസവും വിശ്വാസികളായ എല്ലാവരും ചെയ്യണം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ. ഇനി എങ്ങനെയായി തീരും, അല്ലെങ്കിൽ നാം ഇന്നതാകുമെന്ന് ഇതുവരെയിലും വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ ആ കർത്താവ് വരുമ്പോൾ നമ്മൾ ആരെപ്പോലെ ആകും? അവൻ ഇരിക്കുന്നത് പോലെ അവനോട് സദൃശന്മാരായി തീരും. എന്നാൽ ഇത്ര നമുക്കറിയാം അല്ലേ? ഇത് നമ്മൾ ഞായറാഴ്ച പറയും, ദൈവത്തിന് നന്ദി പറയും, ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് പോകും. എന്നാൽ അടുത്ത വാക്യം വായിക്കാറില്ല. എന്താ? അവനിൽ ഈ പ്രത്യാശ ഉള്ളവർ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഇത് ചെയ്യുന്നുണ്ടോ? ഈ പ്രത്യാശ ഉണ്ടെങ്കിൽ നമ്മൾ അവനെ പോലെ ആകുവാൻ പോകുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ വിശുദ്ധിയുള്ളവരായി നമുക്ക് ജീവിക്കാം, നിർമ്മലരായി നമ്മൾ ജീവിക്കാം. കാരണം ദൈവത്തിൻ്റെ മന്ദിരമാണ് നമ്മൾ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. ഒരിക്കലും നമ്മളെ നശിപ്പിക്കുവാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കുവാൻ പാടില്ല. എന്തിനാണ് നമ്മൾ കുളിക്കേണ്ടത്? എന്തിനാണ് നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കണം? അതും ഇതിൻ്റെ ഭാഗമാണ്. റൈറ്റ്? നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യണം? നമ്മൾ വൃത്തിയോട് വളരെ ക്ലീനായിട്ട് നമ്മൾ കാക്കണം. അതേപോലെ ഉള്ളും, അതാണല്ലോ നേരത്തെ പറഞ്ഞില്ലേ, പുറമും ഉള്ളും എന്ത് ചെയ്യണം? വൃത്തി ആക്കി അതിനെ എന്ത് ചെയ്യണം? വളരെ ക്ലീനായിട്ട് പാത്രങ്ങൾ നമ്മൾ ഇതിനെ സൂക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മളെയും എന്ത് ചെയ്യണം? അങ്ങനെ കാക്കണം. ഇനി നമ്മൾ ലോകത്ത് ജീവിക്കുമ്പോൾ ലോകം കാണേണ്ടത് നമ്മുടെ ശരീരത്തെ അല്ല, അല്ലെങ്കിൽ നമ്മളെ അല്ല, ആരെ? ക്രിസ്തുവിനെ. അങ്ങനെ നമുക്ക് ജീവിക്കാം. ബുദ്ധിയുള്ള ആരാധന നമുക്ക് ദൈവത്തിന് അർപ്പിക്കാം. ജീവനുള്ള യാഗം, വിശുദ്ധിയുള്ള യാഗം. അങ്ങനെ നമ്മൾ ദൈവത്തിന് അർപ്പിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.